അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിനെ കണ്ട് സുഖാന്വേഷണം നടത്തി. പിന്നീട് അദ്ദേഹം ഉച്ചയ്ക്ക് വന്നത് പൊന്നാനിയിലെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രമാണിയായ മനുഷ്യന്റെ വീട്ടിൽ മൃഷ്ടാന്നം ഭക്ഷണം കഴിക്കാനാണ്. വിശദാംശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പിണറായി പ്രളയം വന്നപ്പോൾ നാട്ടുകാരോട് പറഞ്ഞത് തുടങ്ങല്ലേ എന്നാണ്. വി.ഡി. സതീശൻ പറഞ്ഞത് മുണുങ്ങല്ലേ എന്നാണ്. മലയാളങ്ങൾക്ക് അറിയാലോ, ടി.പി. ചീത്ത വിളിക്കരുത്. പിണറായി പറഞ്ഞത് തുടങ്ങുക എന്നാണ്, ഇയാൾ പറഞ്ഞത് മുണുങ്ങുക എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ കോൺഗ്രസിലെ UDF-ലെ സാധാരണക്കാരുൾപ്പെടെ നല്ല മനുഷ്യരെല്ലാം തിരിച്ചറിയും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല. ഉയർത്തിയ ചെങ്കൊടിക്ക് ഒരു ചരിത്രമുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അത് നമുക്ക് സുധീരവും സുസ്ഥിരവും ധൈര്യത്തോടു കൂടിയും തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയണം. ഈ വേദിയിൽ KC-യോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയുന്നതല്ല, KC-യേക്കാൾ മുന്നിൽ പ്രവർത്തിച്ച സഖാവ് കേളുക്കുട്ടി മാഷുണ്ട്. സഖാവ് TP അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ ചെവി ചോദിച്ചു മാഷോട്, എത്ര വയസ്സായി? 95 വയസ്സായി. എത്ര? 95. ഈ വേദിയിലിരിക്കുന്ന ഞാനും ഷൈപ്പുവും അനിൽകുമാറും മോഹൻദാസും ശ്രീധരനും ഒക്കെ ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ വള്ളിനിക്കറിട്ട് ഈ SFI-യോ DYFI ഒക്കെ ആയി പ്രവർത്തനം തുടങ്ങുമ്പോൾ സഖാവ് കേളുക്കുട്ടി മാഷ് നമ്മുടെ നേതാവാണ്. ഇപ്പോഴും അദ്ദേഹം TP പറഞ്ഞതുപോലെ പ്രായാധിക്യത്തെ വകവെക്കാതെ അസുഖത്തെ അവഗണിച്ച് സമരധീരതയുടെ പ്രതീകമായി ഇപ്പോഴും നമുക്ക് മുന്നിൽ ഈ സ്റ്റേജിലുണ്ട് എന്നത് അനീതിക്കെതിരായി ഒരുങ്ങാൻ, സന്ധിരഹിതമായി സമരം നടത്താൻ നമുക്ക് നിലയ്ക്കാത്ത പ്രചോദന പ്രവാഹമാണ് എന്നത് ഓർമ്മിക്കാനാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത്. സഖാവ് TP അവസാനിപ്പിക്കൂ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കനത്ത പരാജയമുണ്ടായി. തികഞ്ഞ തിരിച്ചടിയാണ്. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അതിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ സമഗ്രമായി സമൂലമായി വിശകലനം ചെയ്തുകൊണ്ട് ഒരു രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാർട്ടിയിലാകെ അത് സമ്പൂർണമായി വിശദീകരിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ. വിശദാംശങ്ങൾ പലർക്കും നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പ്രമേയത്തെ 1042 കാര്യങ്ങൾ ഉൾക്കൊണ്ട് വിശദീകരിച്ച വിപുലമായ പ്രമേയത്തെ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 3 വാചകത്തിലല്ല 3 വാക്കിൽ പറഞ്ഞാൽ അതിങ്ങനെയാണ്: തിരുത്തും, തിരുത്തേണ്ടതെല്ലാം, തിരുത്തേണ്ടവരെല്ലാം എന്നാണ് ആ പ്രമേയം. ഒരാവൃത്തി കൂടി പറയാം: തിരുത്തും. ആര്? തിരുത്തേണ്ടവരെല്ലാം. എന്ത്? തിരുത്തേണ്ടതെല്ലാം. ഇതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രമേയം. തെറ്റുപറ്റാത്തവരായി ഗർഭസ്ഥ ശിശുവും മൃതശരീരവുമേ ഉള്ളൂ എന്നാണ് മാർക്സിസ്റ്റുകാരുടെ പക്ഷം. ഒന്ന് അമ്മയുടെ ഉദരത്തിനകം